നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. വി.എസ്. ഏറ്റവും പ്രിയപ്പെട്ട ഇടമായ ആലുവ പാലസിലെ 107-ാം നമ്പർ മുറിയിൽ പിണറായി വിജയൻ താമസിക്കാത്തതിന് കാരണമെന്ത്? വി.എസിന്റെ വീട് എന്നറിയപ്പെട്ടിരുന്ന ആലുവ പാലസിൽ ഏറ്റവും കുറച്ചു മാത്രം ചിലവിട്ട മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയതെങ്ങനെ? തനിക്കെതിരായ എല്ലാ ഗൂഢാലോചനകളും തയ്യാറായത് ആലുവ പാലസിലാണ് എന്നതാണ് പിണറായി വിശ്വസിക്കുന്നത്. കന്റോൺമെന്റ് ഹൌസിലോ ക്ലിഫ് ഹൌസിലോ നടക്കാത്ത രഹസ്യ ചർച്ചകളൊക്കെ വി.എസ്. നടത്തിയത് ആലുവ പാലസിലാണ്. ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിലെ ചുമരുകളേക്കാൾ വിശ്വാസമായിരുന്നു വി.എസിന് ആലുവ പാലസ്. മുഖ്യമന്ത്രിക്ക് വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെയാണ് അക്കാലത്ത് അവിടെ നിയമിച്ചിരുന്നത്. ക്രൈം നന്ദകുമാർ, പി.സി. ജോർജ്, ദല്ലാൽ നന്ദകുമാർ തുടങ്ങിയവർ വി.എസിനെ ആലുവ പാലസിൽ നിരവധി തവണ കണ്ടതിന് പിണറായിയുടെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട്. ആലുവ പാലസിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ താമസിച്ചിട്ടുള്ള ഒരാളായിരിക്കണം വി.എസ്. അച്യുതാനന്ദൻ. അദ്ദേഹത്തിന്റെ രണ്ടാം വീടായിരുന്നു ആലുവ പാലസ്. പാലസിലെ താഴത്തെ നിലയിലുള്ള 107-ാം നമ്പർ മുറി വി.എസിന് വീട് പോലെ പ്രിയപ്പെട്ട ഇടമായിരുന്നു. 18 വർഷത്തോളം വി.എസ്. തന്റെ പ്രിയപ്പെട്ട ഇടമായ ആലുവ പാലസിൽ സ്ഥിരമായി എത്തിയിരുന്നു. മൂന്നാർ കയ്യേറ്റുപൊഴിപ്പിക്കൽ തീരുമാനവും പ്രഖ്യാപനവും നടത്തിയത് ആലുവ പാലസിൽ വെച്ചായിരുന്നു. വി.എസിന് നിർണായകമായ തീരുമാനങ്ങളും വിവാദങ്ങളും ഉടലെടുത്ത ഇടം. വി.എസിന് ആലുവ പാലസിലെത്തിയാൽ 107 ആയിരുന്നു മുറി. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആലുവയിലെത്തിയാൽ ഉമ്മൻചാണ്ടി പാലസ് 107-ാം നമ്പർ മുറിയിലാണ് തങ്ങിയിരുന്നത്. ഈ സമയത്ത് പ്രതിപക്ഷ നേതാവായ വി.എസ്. അച്യുതാനന്ദൻ പാലസിലെത്തുന്നതായും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മുറി ഒരുക്കി വയ്ക്കാനും ഫോണിലൂടെ അറിയിപ്പ് ലഭിച്ചു. ഇക്കാര്യം മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അറിയിച്ചപ്പോൾ അദ്ദേഹം വി.എസിന് അദ്ദേഹത്തിന്റെ മുറി കൊടുത്തോളൂ, ഞാൻ മുകളിലേക്ക് മാറുന്നുവെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മറുപടി. പിണറായി ഒരിക്കൽ പോലും 107-ാം നമ്പർ മുറിയിൽ താമസിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ആ മുറി കാണുമ്പോൾ പിണറായിയുടെ മനസ്സിൽ ഓർമ്മകൾ ഇരമ്പും. കാരണം പിണറായി ഏറ്റവും അധികം വേദനിച്ചത് ഈ മുറിയിലിരുന്ന വി.എസിന്റെ അനുയായികൾ തൊടുത്തുവിട്ട ഒളിയമ്പുകളിലൂടെയാണ്. അന്ന് ഇടതുമുന്നണിയിലായിരുന്ന ജോർജിനെ അച്യുതാനന്ദനാണ് അദ്ദേഹത്തിന്റെ താൽപര്യാനുസരണം ഉപയോഗിച്ചത്. പിണറായിക്കെതിരെ കമല ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർന്നത് ഇതേ ക്യാമ്പിൽ നിന്നാണ്. വി.എസ്. പിണറായിക്കെതിരായ കേസുകൾ കണ്ടെത്താൻ വി.എസ്. ജോർജിനെ വിദേശത്ത് വരെ അയച്ചെന്ന ആരോപണം ഉയർന്നിരുന്നു. ഇതെല്ലാം പരസ്യമായ രഹസ്യമാണ്. തരാതരം പോലെ ജോർജ് വി.എസിനെ സഹായിച്ചിട്ടുമുണ്ട്. ഒരിക്കൽ AKG സെന്ററിൽ നിന്നും ജോർജിനെ പിണറായി ഇറക്കിവിട്ടതും വാർത്തയായിരുന്നു. വിവിധ പാർട്ടികളിലൂടെ ഇടതുമുന്നണിയിൽ കയറി പറ്റാവുന്ന ജോർജിന്റെ എല്ലാ ശ്രമവും പിണറായി നശിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഇടതുമുന്നണിയിൽ കയറി പറ്റാനുള്ള ജോർജിന്റെ ശ്രമവും പിണറായി തകർത്തു. ക്രൈം നന്ദകുമാറിനെയും പിണറായി അവിശ്വസിച്ചത് വി.എസുമായുള്ള ബന്ധത്തിലാണ്. ലാവ്ലിൻ കേസ് അട്ടിമറിച്ചത് 2 ജഡ്ജിമാരാണെന്ന് ക്രൈം നന്ദകുമാർ പറഞ്ഞിട്ടുണ്ട്. ഇവർ ആരൊക്കെയാണെന്നും നന്ദകുമാർ കേന്ദ്ര ഏജൻസിക്കും മൊഴി നൽകിയിരുന്നു. നന്ദകുമാർ പിണറായിക്ക് എന്നും തലവേദനയായിരുന്നു. മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കിയതോടെയാണ് നന്ദകുമാർ തെറ്റിയത്. പിണറായിക്കെതിരെ ക്രൈം വാരിക ലേഖനം അച്ചടിച്ചതിന്റെ പേരിൽ ക്രൈം ഓഫീസ് മുഹമ്മദ് റിയാസ് തല്ലി തകർത്തിരുന്നു. അന്നു മുതൽ തുടങ്ങിയതാണ് നന്ദകുമാറും റിയാസും തമ്മിലുള്ള കലിപ്പ്. ദീർഘകാലം പിണറായിയെ വേട്ടയാടിയ നന്ദകുമാറിന് വി.എസ്. അച്യുതാനന്ദന്റെ പിന്തുണയുണ്ടായിരുന്നു. വി.എസിന്റെ ഇക്കാലത്തെയും വിശ്വസ്തനായിരുന്നു നന്ദകുമാർ. പിണറായി വിജയനെ ലാവ്ലിൻ കേസിൽ വേട്ടയാടിയതും വി.എസ്. ആണ്. പിണറായിയെ അഴിമതിയുടെ നിഴലിൽ നിർത്താനാണ് എല്ലാ കാലത്തും വി.എസ്. ശ്രമിച്ചിരുന്നത്. പിണറായിക്കെതിരെ അതിശക്തമായ നീക്കങ്ങളാണ് ഓരോ കാലത്തും വി.എസ്. നടത്തിയത്. അതിൽ ക്രൈം നന്ദകുമാർ വഹിച്ച പങ്ക് ചെറുതല്ല. ലാവ്ലിൻ കേസിൽ ക്രൈം വാരിക സചിത്രമായ നിരവധി ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിൽ പലതും അന്വേഷണ പരമ്പരകളായിരുന്നു. SNC ലാവ്ലിൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ മുഴുവൻ തെളിവുകളും പരാതിക്കാരനായ ക്രൈം എഡിറ്റർ TP നന്ദകുമാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറിയിട്ട് മാസങ്ങളായി. പരാതിയിൽ നന്ദകുമാറിന്റെ മൊഴി രേഖപ്പെടുത്തി. എന്നിട്ടും ഒരനക്കവും തട്ടിയില്ല. ലാവ്ലിൻ കേസ് അട്ടിമറിക്കാൻ 2 ജഡ്ജിമാർ കൂട്ടുനിന്നെന്നും ഇതിന്റെ പ്രത്യുപകാരമായി സിയാലിന്റെ 1,20,000 ഓഹരികൾ കൈക്കൂലിയായി ജഡ്ജിമാർക്ക് ലഭിച്ചെന്നും നന്ദകുമാർ ആരോപിച്ചു. ED കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇനിയും വിവരങ്ങൾ ആവശ്യമായി വന്നാൽ വീണ്ടും വിളിപ്പിക്കുമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചതായി നന്ദകുമാർ പറഞ്ഞു. ഇതിൽ 2 ജഡ്ജിമാർക്കും വിരമിച്ചപ്പോൾ പിണറായി സ്ഥാനമാനങ്ങൾ നൽകിയെന്നും നന്ദകുമാറിന്റെ മൊഴിയിലുണ്ടെന്നാണ് വിവരം. ജഡ്ജിമാർക്കെതിരായ ആരോപണം കേരളത്തിൽ പുതിയ സംഭവമാണ്. ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോഴാണ് നന്ദകുമാറിന്റെ പുതിയ ആരോപണം കത്തിക്കയറിയത്. ഉന്നത കോർപ്പറേറ്റ് വ്യവഹാര രാഷ്ട്രീയ ഇടനിലക്കാരനായി അറിയപ്പെടുന്ന TG നന്ദകുമാർ കേരള രാഷ്ട്രീയത്തിൽ വിവാദ നായകനാകുന്നത് ആദ്യമല്ല. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന മുതൽ ജഡ്ജിമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം വരെ നേരിട്ടയാളാണ് നന്ദകുമാർ. വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച ഡാറ്റാ സെന്റർ കൈമാറ്റത്തിലൂടെയാണ് ദല്ലാൽ നന്ദകുമാർ സജീവ ചർച്ചയായത്. ആലപ്പുഴ നെടുമുടിയിലാണ് TG നന്ദകുമാർ എന്ന ദല്ലാൽ നന്ദകുമാറിന്റെ ജനനം.
നന്ദകുമാറിന്റെ വിശേഷണങ്ങൾ പലതാണ്. കേസുകളിൽ ന്യായാധിപന്മാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന വ്യവഹാര ദല്ലാൽ, കോർപ്പറേറ്റുകളുടെ ഇടനിലക്കാരനായി നിന്ന് അവർക്ക് വേണ്ടി രാഷ്ട്രീയക്കാരെ സ്വാധീനിക്കുന്ന കൺസൾട്ടന്റ്, അനധികൃത സ്വത്ത് സമ്പാദനത്തിന് ആദായ നികുതി വകുപ്പിന്റെ ഇന്റലിജൻസ് ബ്യൂറോയുടെ അന്വേഷണം നേരിട്ടയാൾ എന്നിങ്ങനെ പോകുന്നു വിശേഷണങ്ങൾ. VS സർക്കാരിന്റെ കാലത്ത് കേരള സർക്കാരിന്റെ കീഴിലുണ്ടായിരുന്ന ഡാറ്റാ സെന്റർ അനിൽ അംബാനി ഗ്രൂപ്പിന് കൈമാറിയതോടെയാണ് ദല്ലാൽ നന്ദകുമാർ കേരളത്തിൽ സജീവ ചർച്ചയായത്. കുറഞ്ഞ ലേലത്തുകക്കാരെയൊക്കെ തഴഞ്ഞ് ഡാറ്റാ സെന്റർ റിലയൻസിന് നൽകിയതിന് പിന്നിൽ അന്ന് മുഖ്യമന്ത്രിയായ VS-ഉം നന്ദകുമാറും ചേർന്നാണെന്ന ആരോപണം രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചു. പിന്നീട് നിരവധി വിവാദങ്ങളിൽ നന്ദകുമാറിന്റെ പേര് ഉയർന്നു വന്നിരുന്നു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലേക്ക് അദാനിയെ കൊണ്ടുവന്നതിലും പദ്ധതിക്കെതിരെ ഉയർന്നു വരാനിടയുള്ള എതിർപ്പുകൾ നിർവീര്യമാക്കിയതിലുമെല്ലാം നന്ദകുമാറിന്റെ പങ്ക് ഉയർന്നു കേട്ടിരുന്നു. നന്ദകുമാറിന്റെ സ്വത്ത് സംബന്ധിച്ച് ആദായ നികുതി വകുപ്പും ഒരു ഹൈക്കോടതി ജഡ്ജിക്കെതിരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ വ്യാജ പേരിൽ കത്തെഴുതിയ കേസിലും ക്രൈംബ്രാഞ്ചും CBI-യും ഒക്കെ നന്ദകുമാറിനെതിരെ അന്വേഷണം നടത്തിയിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങളിൽ ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടിക്ക് വേണ്ടി ദല്ലാൽ നന്ദകുമാർ സ്ഥാനാർത്ഥികളെ നിർത്തിയെന്ന ആരോപണവും ഉണ്ടായി. ദല്ലാൽ VS-നെ ആലുവ പാലസിൽ സന്ദർശിക്കുന്ന വിഷ്വലുകൾ ദീർഘകാലം ടെലിവിഷനുകൾ കാണിച്ചിരുന്നു. VS മരിച്ചെങ്കിലും അദ്ദേഹം പിണറായിയെ വേട്ടയാടുമെന്നാണ് VS-ന്റെ ഉറ്റ അനുയായി പത്രപ്രവർത്തകനായ G ശക്തിധരൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചത്. മനസ്സിൽ എത്ര അടുക്കി പിടിച്ചു വെച്ചിട്ടും ആ സത്യം അടങ്ങിയിരുന്നില്ല. അതുകൊണ്ട് എഴുതി പോവുകയാണ്. ക്ഷമിക്കുക, കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യം തെരുവുകളിൽ മുഴങ്ങിയപ്പോഴാണ് കാരണഭൂതന് ഹാലിളക്കിയത്. ആ മുദ്രാവാക്യം കമ്മ്യൂണിസ്റ്റ് നിഘണ്ടുവിൽ ഇല്ലാത്തതാണെന്ന് പാർട്ടി വിധിച്ചു. കേസരി ബാലകൃഷ്ണപിള്ളയുടെ ഗണത്തിൽപ്പെടുത്തി ആ മുദ്രാവാക്യത്തിന് അസ്പൃശ്യത കൽപ്പിച്ചു. പക്ഷെ പാർട്ടിക്ക് അത് തമസ്കരിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ 2 ദിവസമായി VS-നെ ഉറങ്ങാനുള്ള ഉറക്കുപാട്ടായി ജനലക്ഷ്യങ്ങൾ അത് പാടുന്നു. അതിലേതെങ്കിലും ജനവിരുദ്ധൻ അസൂയപ്പെടുന്നെങ്കിൽ അയാൾ പോയി തുലയട്ടെ. VS-നെ തമസ്കരിക്കാൻ ഒരു വ്യാഴവട്ടം എന്തൊക്കെ ചെയ്തതാണ് ഈ നൃശംസൻ. കേരളം അത്ഭുതപൂർവമായ രാഷ്ട്രീയ ഉരുൾപൊട്ടലിലാണ് കഴിഞ്ഞ 2 ദിവസമായി സാക്ഷ്യം വഹിക്കുന്നത്. ഭൂമിദേവി പോലും വികാരം തരളിതമാക്കിയിരിക്കുകയാണ്. ഒരു പാർട്ടിയുടെയും നേതൃത്വപരമായ പങ്കോ ആഹ്വാനമോ കൂടാതെ ശവമഞ്ചത്തിൽ ജീവച്ഛവമായി കിടക്കുന്ന ഒരു ഋഷിവര്യന് വേണ്ടി ജനലക്ഷങ്ങളിൽ ഇളകി മറിയുകയാണ്. ദന്തഗോപുരങ്ങളിൽ കഴിയുന്നവർ ഇത് കണ്ണു തുറന്ന് കാണണം. പിഞ്ചോമനകളാണ് പാതിരാത്രിയിലും തങ്ങളുടെ അപ്പൂപ്പന്റെ അപദാനങ്ങൾ പാടി ആവേശം കൊള്ളുന്നത്. VS ഒരു പൊട്ടാസല്ല, കുംഭകോണങ്ങളുടെയും കൊടിയ അഴിമതിയുടെയും കൊത്തളങ്ങൾ തകർക്കാൻ കെൽപ്പുള്ള ബോംബാണ്. ഈ ബോംബ് എടുത്ത് ഉപയോഗിച്ചതാണ് പാർട്ടിയുടെ കേന്ദ്ര ആസ്ഥാനത്തിന് നേരെ ആഞ്ഞ് അടുക്കേണ്ടത് ചെയർമാൻ മാവോ ആഹ്വാനം ചെയ്തത്. രക്തധമനികൾ നിശ്ചലമാണെങ്കിലും നാഡീവ്യൂഹം പിടിച്ചുലച്ച് VS ഗോൾ പോസ്റ്റുകൾ കടന്നു പോവുകയാണ്. ഇപ്പോൾ ആലപ്പുഴയിലെ രണഭൂമിയിൽ കടക്കുമ്പോൾ അജയനായ VS-ന്റെ ഉയർത്തെഴുന്നേൽപ്പാണോ കാണേണ്ടി വരിക? ഇതാണ് VS-നെ സ്നേഹിക്കുന്നവരുടെ മനസ്സിലിരിപ്പ്. VS-ന് കേരളം നൽകുന്ന യാത്രയപ്പ് കണ്ട് പിണറായിക്ക് ഹാലിളകിയെന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ വെറുതെയല്ല പറയുന്നത്. സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ VS-നെ കണ്ണേ കരളെ എന്ന് വിളിക്കരുതെന്ന് സർക്കാർ വൃത്തങ്ങൾ അണികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നതായി പറയപ്പെടുന്നു. എന്നിട്ടും അനുയായികൾ മുദ്രാവാക്യം വിളിച്ചപ്പോൾ അസോസിയേഷൻ വിലക്കിയത് മങ്ങാടിപ്പാട്ടാണ്. ആലുവ പോലീസിനെ പേടിച്ചുകൊണ്ട് കാര്യമില്ലെന്ന് VS ഭക്തർ പറയുന്നു. VS-ന് മരണമില്ലെന്ന് തന്നെയാണ് അനുയായികൾ പറയുന്നത്.